കോൺഗ്രസ് നേതാക്കൾ ആശയക്കുഴപ്പമുണ്ടാക്കരുതെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്, അത് മുന്നണിയെ ബാധിക്കും. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സജ്ജമാണെങ്കിൽ ആദ്യം ഘടകകക്ഷികളും സജ്ജമാവണം. UDF ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. KPCC അഴിച്ചുപണി കോൺഗ്രസിന്റെ സംഘടനാപരമായ തീരുമാനം, അതിൽ UDFിലെ ഘടകകക്ഷികൾ ഇടപെടാറില്ലെന്നും PMS സലാം പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞതാണ്, പ്രഖ്യാപിച്ചതാണ്. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് അത് നടപ്പാക്കാൻ കഴിയുക, പ്രാവർത്തികമാക്കാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനയിൽ വനിതാ പ്രാതിനിധ്യമുണ്ട്, യുവജന സംഘടനയിൽ വനിതാ പ്രാതിനിധ്യമുണ്ട്. അതുപോലെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതര സമുദായക്കാർ സംസ്ഥാന ഭാരവാഹികളായിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും ആ രണ്ട് പ്രാതിനിധ്യവും ഞങ്ങൾ ഉറപ്പുവരുത്തി. അത്രയേ ഉള്ളൂ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ KPCC അഴിച്ചു പണിയാറുണ്ട് പലപ്പോഴും. അത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ തീരുമാനങ്ങളാണ്. അതിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാറില്ല. ഹൈക്കമാൻഡ് ഒക്കെ ഇടപെട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള അഴിച്ചുപണികൾ എല്ലാ കാലത്തും നടക്കാറുണ്ട്. അത് സംഘടനാ സംവിധാനത്തിന് കൂടുതൽ കരുത്തും ഓജസ്സുമൊക്കെ നൽകാറുമുണ്ട്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഒരു ഘടകകക്ഷിയും ഇടപെടാറില്ല. അതുപോലെ എല്ലാ ഘടകകക്ഷികളും, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികൾ ഇടപെടാറില്ല, ഞങ്ങൾ അനുവദിക്കാറില്ല. അതെല്ലാ ഘടകകക്ഷികൾക്കും ബാധകമാണ്. പക്ഷേ ഇത് നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങളെ ബാക്കിയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ ഉടനെ വരികയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സജ്ജമാകേണ്ടതുണ്ട്. UDF അതിന് സജ്ജമാകണമെങ്കിൽ ഘടകകക്ഷികൾ സജ്ജമാകണം. UDF ശക്തമാകുക എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികൾ ശക്തീകരിക്കപ്പെടുക എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ഘടകകക്ഷികളും കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി രംഗത്ത് വന്നാൽ മാത്രമേ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകളും നിലപാടുകളുമൊക്കെ മുന്നണിക്ക് പ്രയാസം ഉണ്ടാക്കുമെന്ന കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമല്ലോ. എല്ലാ ഘടകകക്ഷികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകളിലേക്ക് പോകാതെ ഇതിൻ്റെ ആശയക്കുഴപ്പങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.